ഹായ് വെൽക്കം ഓൾ. മറ്റൊരു വീഡിയോ ലെസൺ നമുക്കിവിടെ പരിചയപ്പെടാം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടന്റ് ക്രിയേഷൻ ആണ്. അതായത് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂളാണ് റൈറ്റ് സോണിക് എന്ന് പറയുന്നത്. ഈ ടൂള് ജസ്റ്റ് ഗൂഗിളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാം. ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അവരുടെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക, ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസൈഡ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്കതിൻ്റെ വ്യൂ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു വ്യൂവിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. ഇതിൽ നമുക്ക് വോയിസ് ഓവറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരുപാട് സർവീസസും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ഓരോ സർവീസും നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസോ പ്രോംപ്റ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടെക്സ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിൽ ഇൻക്ലൂഡിങ് ഇമേജസ് കൊടുക്കും, നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്തു. ഇതിൽ AI ആർട്ടിക്കിൾ റൈറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതിൽ റൈറ്റർ 4 ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക്ക്, അതുപോലെ തന്നെ ടോപ്പിക് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കീവേഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. നമുക്ക് ഏത് ടോപ്പിക്കാണോ വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മൂവ് ചെയ്യുക. മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് ടോപ്പിക്കാണ് കൊടുത്തത്, അതിൽ എന്തൊക്കെയാണോ ടേബിൾ ഓഫ് കണ്ടന്റ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്കതിൽ നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റിനുള്ളിൽ എന്തൊക്കെ കണ്ടന്റ് വരണോ അതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് 3 ഓപ്ഷനാണ് നമുക്ക് തരിക. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് മൂവ് ചെയ്യുക. ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം നൽകിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ പ്രൊഫഷണലായിട്ട് തന്നെ നല്ലൊരു ഇമേജ്, അതുപോലെ തന്നെ പാരഗ്രാഫ്, ഹെഡിങ് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാത്ത പോയിൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം വളരെ ലെങ്തി ആയിട്ടുള്ള നല്ലൊരു ആർട്ടിക്കിൾ തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നമുക്ക് പല രീതിയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. PDF ആയിട്ടും വെബ്സൈറ്റിലേക്കും എവിടേക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് റൈറ്റ് സോണിക്ക് നമുക്ക് ഈ ഒരു കണ്ടന്റ് തന്നുള്ളത്. വളരെ സൂപ്പറാണ്, നമുക്ക് വളരെ ഇൻഫോർമേറ്റീവാണ്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾസ് കറക്റ്റായിട്ട് റൈറ്റ് ചെയ്ത് തന്നുള്ളത്. ഇനി ഇത് നിങ്ങൾക്ക് ഈ എന്താണോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന റൈറ്റ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി വേണമെങ്കിൽ വോയിസ് ഓവർ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്കിതിൽ
ലാംഗ്വേജുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാരക്ടേഴ്സ്, വോയിസ് ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വോയിസ് ഓവറായിട്ടും ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ചെറിയ കണ്ടന്റ് ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീമിയം വേർഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കണ്ടന്റുകൾ റൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓഡിയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. Fuel your day the right way. Discover the top morning foods for optimal health photo by Sylvia Rita on Pixabay. The importance of breakfast and morning foods. As the saying goes, breakfast is the most important meal of the day. This holds true for a number of reasons. When we wake up in the morning, our bodies have been fasting overnight, and it's crucial to replenish our energy levels and kickstart our metabolism. A well-balanced breakfast not only provides us with the necessary nutrients to fuel our day, but also sets the tone for healthy eating habits throughout the day. Nutritional benefits of morning foods. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട് മോഡുകൾ അല്ലെങ്കിൽ വോയിസസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് AI ഡോക്യുമെൻ്റ് എഡിറ്ററാണ്. ഇത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് എഡിറ്റ് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ വീണ്ടും നമ്മുടെ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റൈറ്റ് സോണിക്കിൻ്റെ തന്നെ ഒരു ചാറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ചാറ്റിംഗ് ഓപ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ChatGPT 4 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനൊക്കെ നമുക്കിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ടൂൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും കറക്റ്റായിട്ട്. ഇവിടെ നമ്മളൊരു ടോപ്പിക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനോ പ്രോംപ്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആൻസർ നമുക്ക് ചാറ്റ് സോണിക്ക് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതൊരു ChatGPT പോലത്തെ സിമിലർ ആയിട്ട് തന്നെ ഒരു സെക്ഷനാണ്. നമുക്ക് ചോദിക്കാം, ആൻസർ കിട്ടും എന്നുള്ള പോലെ തന്നെയാണ്. നമുക്ക് വേണ്ട ആൻസറുകൾ ഈ ഒരു ചാറ്റ് സോണിക്ക് ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നിങ്ങളിവിടെ കണ്ടില്ലേ. അതുപോലെ തന്നെ നമുക്കിതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ആ ടെംപ്ലേറ്റ്സ്, ഇതുപോലത്തെ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ ടെംപ്ലേറ്റുകൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഫെസിലിറ്റിയും റൈറ്റ് സോണിക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ഡൗട്ട് നിങ്ങൾ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.